നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ് മീറ്റർ ബ്രിഡ്ജ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത ഒരു ഡിവൈസ് ആണ്. മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് 5 റെസിസ്റ്റൻസുകളുടെ ഒരു കോമ്പിനേഷനാണ്. അഞ്ച് റെസിസ്റ്റൻസുകൾ ഒരു ബ്രിഡ്ജ് സ്ട്രക്ചറിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ഗാൽവനോമീറ്റർ ആം എന്നറിയപ്പെടുന്നു. ഗാൽവനോമീറ്റർ ആമിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസുകൾക്ക് നമ്മൾ പി, ക്യു, ആർ, എസ് എന്ന് പേര് കൊടുക്കുന്നു. ഒരു സോഴ്സ് ഉണ്ടാവും. സോഴ്സിന്റെ കൂട്ടത്തിൽ ഒരു കീ, ഒരു റിയോസ്റ്റാറ്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഒരു സിമ്പിൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. When the വീറ്റ്സ്റ്റൺസ് bridge is balanced, there is no current through the galvanometer. ഗാൽവനോമീറ്ററിലെ കറണ്ട് 0യിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബാലൻസിങ് കണ്ടീഷൻ എഴുതാം. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. ഇത് നമുക്ക് തിരിച്ച് പി ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ് എന്നും എഴുതാവുന്നതാണ്. ഇതാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ. ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിനെ ബേസ് ചെയ്ത് പലതരം ബ്രിഡ്ജുകൾ പ്രാക്ടിക്കലായി റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് ബോക്സ്, മീറ്റർ ബ്രിഡ്ജ്, കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് മുതലായ പല ഇൻസ്ട്രുമെന്റുകളും വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളാണ്. നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ചാണ്. എങ്ങനെയാണ് മീറ്റർ ബ്രിഡ്ജും വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജും കമ്പയറബിൾ ആവുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. മീറ്റർ ബ്രിഡ്ജിന്റെ മെയിൻ കമ്പോണന്റ് 1 മീറ്റർ നീളമുള്ള ഒരു കണ്ടക്ടിങ് വയറാണ്. ഇത് കണ്ടക്ടിങ് വയർ എന്ന് പറഞ്ഞാലും ഇതിന്റെ റെസിസ്റ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പൊതുവെ നമ്മൾ നിക്രോം ആണ് റെസിസ്റ്റിവിറ്റി കൂടിയ മെറ്റീരിയലായ നിക്രോം ആണ് ഈ വയറായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന പേര് കൊടുക്കുന്നത്. ഈ വയറിനെ ഉറപ്പിച്ചിരിക്കുന്നത് കണ്ടക്ടിങ് ആയിട്ടുള്ള 3 റോഡുകൾ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനത്തിലാണ്. 2 ഗ്യാപ്പുകൾ അവിടെ ഉണ്ടാവും. ഈ ഗ്യാപ്പ് ലെഫ്റ്റ് ഗ്യാപ്പ് എന്നും ഈ ഗ്യാപ്പ് റൈറ്റ് ഗ്യാപ്പ് എന്നും അറിയപ്പെടുന്നു. സോഴ്സിനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. സോഴ്സ്, റിയോസ്റ്റാറ്റ്, കീ ആൻഡ് ലെഫ്റ്റ് ഗ്യാപ്പിൽ നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നു. അൺനോൺ റെസിസ്റ്റൻസ് എക്സ്. റൈറ്റ് ഗ്യാപ്പിൽ ഒരു നോൺ റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു. നമുക്ക് അതിനെ ആർ എന്ന് വിളിക്കാം. ആൻഡ് ബാലൻസിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഈ ഗാൽവനോമീറ്റർ ആം അതിന് ഈ നടുവിലുള്ള നോബിൽ നിന്ന് കണക്ട് ചെയ്യുന്നു. ഒരു ഗാൽവനോമീറ്റർ, then there's a high resistance and a jockey. ഇവിടെ ഈ ഹൈ റെസിസ്റ്റൻസ് പലരും സർക്യൂട്ടിൽ കണക്ട് ചെയ്യാറില്ല. പക്ഷെ ഹൈ റെസിസ്റ്റൻസ് വളരെ അത്യാവശ്യമാണ്. കാരണം ഗാൽവനോമീറ്റർ സാധാരണ ഹാൻഡിൽ ചെയ്യുന്ന കറണ്ടുകളുടെ മാഗ്നിറ്റ്യൂഡ് മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ ബാലൻസിങ് കണ്ടീഷനിൽ റെസിസ്റ്റൻസുകൾ പാരലായി വരുന്നത് കൊണ്ട്
മില്ലി ആംബിയർ കറണ്ടുകളോ അതിനേക്കാൾ കൂടുതൽ ആംബിയർ റേഞ്ചിലുള്ള കറണ്ടോ ഗാൽവനോമീറ്ററിൽ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് വന്നാൽ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വെക്കുന്നത്. ദെൻ ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജോക്കിയെ എ എന്നുള്ള പോയിന്റിൽ പ്രസ് ചെയ്യാം. ജോക്കി എ എന്നുള്ള പോയിന്റിൽ പ്രസ് ചെയ്യുമ്പോൾ ബ്രിഡ്ജിന് ബാലൻസിങ് ഉണ്ടാവില്ല, ഒരു കറണ്ട് ഉണ്ടാവും ഗാൽവനോമീറ്ററിലൂടെ. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും. അതിനുശേഷം നിങ്ങൾ ജോക്കിയെ ബി എന്നുള്ള എൻഡിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഗാൽവനോമീറ്റർ വിൽ ഷോ എ ഡിഫ്ലക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ രണ്ട് കേസുകളിലാണ് ഗാൽവനോമീറ്ററിലൂടെ വളരെയധികം കറണ്ട് കടന്നു പോകാൻ സാധ്യതയുള്ളത്. ഇനിയും അങ്ങനെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗാൽവനോമീറ്റർ ജോക്കിയെ സ്ലൈറ്റ്ലി എയിൽ നിന്ന് ബിയിലേക്ക് സ്ലൈഡ് ചെയ്യുക. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു പോയിന്റിൽ സി എന്നുള്ള പോയിന്റിൽ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആയി എന്ന് കരുതുക. അപ്പോൾ ഗാൽവനോമീറ്റർ ബാലൻസ്, വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. There is no current through the galvanometer. So നമുക്ക് ഇനി ഈ മീറ്റർ ബ്രിഡ്ജിനെയും ഈ വീസ്റ്റൺസ് ബ്രിഡ്ജിനെയും കമ്പയർ ചെയ്യാം. പിയുടെ സ്ഥാനത്താണ് എക്സ്, ആറിന്റെ സ്ഥാനത്ത് ഇവിടെ ക്യൂ, ഈ ആറിന്റെ സ്ഥാനത്ത് അവിടെ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻസ് എ സി ആണ് മീറ്റർ ബ്രിഡ്ജ് വയറിലെ. ഈ എസിന്റെ സ്ഥാനത്ത് മീറ്റർ ബ്രിഡ്ജിൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയർ സി ബി. സോ ഇതേ രീതിയിൽ നമ്മൾ എഴുതിയാൽ x divided by resistance between AC is equal to R divided by resistance between CB. ഈ ലെങ്ത് എക്കും സിക്കും ഇടയ്ക്കുള്ള ലെങ്ത് സ്മോൾ എൽ ആണെന്ന് കരുതുക. അപ്പോൾ ഈ ലെങ്ത് ക്യാപിറ്റൽ എൽ മൈനസ് സ്മോൾ എൽ ആയിരിക്കും. വേർ ക്യാപിറ്റൽ എൽ ആണ് ലെങ്ത് ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ് വയർ. അപ്പോൾ നമുക്ക് ആർ എ സി റോ എൽ ഡിവൈഡഡ് ബൈ എ എന്നെഴുതാം. വേർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ് വയർ, എൽ ഈസ് ദ ലെങ്ത് ബിറ്റ്വീൻ എ ആൻഡ് സി, എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് വയർ. ആർ സി ബി is equal to rho into capital L minus small l divided by A. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ എൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ് വയർ ആണ്, അത് 1 മീറ്റർ ആണ്. നിങ്ങളത് 1 മീറ്റർ ക്യാപിറ്റൽ 1 മീറ്റർ എന്നാണ് മാർക്ക് എടുക്കുന്നതെങ്കിൽ സ്മോൾ എല്ലിനെയും ലെങ്ത് മീറ്ററിൽ വേണം എടുക്കാൻ. അതേസമയം ക്യാപിറ്റൽ എല്ലിനെ നമ്മൾ 100 എന്നാണ് എടുക്കുന്നതെങ്കിൽ സ്മോൾ എൽ വാല്യൂ നമുക്ക് സെന്റിമീറ്റേഴ്സിൽ മാർക്ക് ചെയ്യാം. ഈ ആർ എ സിയുടെയും ആർ സി ബിയുടെയും വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കോമൺ ടേമുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ മൈനസ് സ്മോൾ എൽ എന്ന് കിട്ടും. സോ അവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ആർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ മൈനസ് സ്മോൾ എൽ. ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്, റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ് into balancing length divided by 100 minus balancing length. ഇതാണ് നമ്മുടെ unknown resistance connected in the left ഗ്യാപ്പിന്റെ വാല്യൂ. ഈ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന വയറിന്റെ ലെങ്തും അവന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആ വയർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. ഒരിക്കൽ കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, വീസ്റ്റൺസ് ബ്രിഡ്ജിനെയും മീറ്റർ ബ്രിഡ്ജിനെയും ജസ്റ്റ് കമ്പയർ ചെയ്യുക. എക്സാക്ട്ലി സെയിം ആണ്. പിയുടെ സ്ഥാനത്ത് എക്സ് അൺനോൺ റെസിസ്റ്റൻസ്, ക്യൂവിന്റെ സ്ഥാനത്ത് ആർ നോൺ റെസിസ്റ്റൻസ്, ആറിന്റെ സ്ഥാനത്ത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ സി, എസിന്റെ സ്ഥാനത്ത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ സി ബി. ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസിൽ നിന്ന് എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. Resistivity rho is equal to R A divided by L ആണ്. ഇവിടെ resistivity of X is equal to X into A divided by L ആണ്.
A is equal to pi into r square, where r is the radius of the wire whose resistivity is to be determined. So therefore we can write rho x is equal to x, നമ്മൾ മെഷർ ചെയ്ത വാല്യൂ, pi r square divided by L, length of the, നമുക്ക് ഈ ലെങ്തിനെ L ഡാഷ്, വേറൊരു ലെങ്ത് വരുന്നതുകൊണ്ട് നമുക്ക് L ഡാഷ് എന്ന് വിളിക്കാം. L dash is the length of the unknown resistance. X നമ്മൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ വഴി. R സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. L dash length of the unknown resistance wire, അത് നമുക്ക് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ കിട്ടും. ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. ആറിന്റെ വാല്യൂ പല വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒരു 5 or 6 റീഡിംഗ് എടുത്തതിന് ശേഷം അവയുടെ ആവറേജ് എടുത്താൽ നമുക്ക് എറർ കുറഞ്ഞ ഒരു ബെറ്റർ അപ്രോക്സിമേറ്റഡ് വാല്യൂ കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഈ ഇൻസ്ട്രുമെന്റിനെയും അതിന്റെ കണക്ഷനെയും ആണ് കാണാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ്. ഇത് ആക്ച്വലി ഒരു കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്, പോസ്റ്റ് ഓഫീസ് ബോക്സ്, മീറ്റർ ബ്രിഡ്ജ് മുതലായ ഇൻസ്ട്രുമെന്റുകൾ വീസ്റ്റൺസ് ബ്രിഡ്ജിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളാണ്. ഈ കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജിൽ 4 ഗ്യാപ്പുകളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 2 ഗ്യാപ്പുകൾ, റൈറ്റ് സൈഡിലും 2 ഗ്യാപ്പുകൾ. കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജിനെ ഈസി ആയിട്ട് ഒരു മീറ്റർ ബ്രിഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എക്സ്ട്രീം ലെഫ്റ്റിലെയും എക്സ്ട്രീം റൈറ്റിലെയും ഗ്യാപ്പുകളിൽ നമ്മൾ കോപ്പർ വയേഴ്സ്, കോപ്പർ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഇതൊരു മീറ്റർ ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതാണ് അതിന്റെ ലെഫ്റ്റ് ഗ്യാപ്പ്, ഇതാണ് റൈറ്റ് ഗ്യാപ്പ്. സോഴ്സുകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ 2 എൻഡുകളിലായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഈ മീറ്റർ ബ്രിഡ്ജിലെ 1 മീറ്റർ ലെങ്ത് ഉള്ള നിക്രോം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വയർ. ഇനി നമ്മൾ ഇതിലെ ഓരോ പാർട്ടുകളെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പോവാണ്. സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലെഡ് ആസിഡ് അക്യുമുലേറ്റർ ആണ്. ലെഡ് ആസിഡ് അക്യുമുലേറ്റർ. ഇനി മുതൽ നമുക്ക് ബാറ്ററി എന്ന് പറഞ്ഞാൽ മതി. ഒരു ബാറ്ററി ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കൊരു ബാറ്ററി എലിമിനേറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു 2 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള EMF ഉള്ള ഒരു ലെഡ് ആസിഡ് അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഐഡിയൽ ആയിട്ട് ഉള്ള സിറ്റുവേഷൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അക്യുമുലേറ്റർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളൊരു കീ, സർക്യൂട്ട് ബ്രേക്കിംഗ് കീ അതിൽ കണക്ട് ചെയ്തിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ സെല്ല് കണക്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോയാൽ മതിയാവും. അതിനോട് സീരീസ് ആയി നമുക്ക് ഒരു റിയോസ്റ്റാറ്റിനെ കണക്ട് ചെയ്യാം. റിയോസ്റ്റാറ്റ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മളിവിടെ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. ഇത് മാത്രമാണ് സോഴ്സ് സർക്യൂട്ടിലുള്ളത്. സോഴ്സ്, കീ, റിയോസ്റ്റാറ്റ്. ദെൻ നമ്മുടെ ലെഫ്റ്റ് ഗ്യാപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ്, ഏത് റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ റെസിസ്റ്റൻസിനെ ലെഫ്റ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്യണം. അതിനെ ഞാനെടുത്ത് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെക്കുന്നു. ദെൻ നോൺ റെസിസ്റ്റൻസിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ഈ റെസിസ്റ്റൻസ് ബോക്സിൽ 1 മുതൽ 0.1, 0.2, 0.3, 0.5 അപ് ടു 10 അത്രയും റെസിസ്റ്റൻസുള്ള ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. അതിന് നമ്മളിവിടെ ഈ റൈറ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. റൈറ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അവനെ ഇവിടെ വെക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്ററിനെ നേരത്തെ പറഞ്ഞ പോലെ ഈ നോബിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഗാൽവനോമീറ്ററിനെ ഇവിടെ കണക്ട് ചെയ്യണം. ഗാൽവനോമീറ്ററിനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്രാക്ടീസ് നല്ലതാണ്. കാരണം പലപ്പോഴും ഈ മീറ്റർ ബ്രിഡ്ജിന്റെ എൻഡുകളിൽ നമ്മൾ ജോക്കി ഫിക്സ് ചെയ്യുമ്പോൾ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ടോട്ടലി വളരെ കുറവാകുകയും ഗാൽവനോമീറ്ററിലൂടെ വളരെ വലിയ കറണ്ട് കടന്നു പോകാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഹൈ റെസിസ്റ്റൻസ്.
ഇതൊരു 10 മെഗാ ഓമിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജോക്കി. ജോക്കി ഒരു സ്ലൈഡർ ആണ്. സ്ലൈഡിങ്, ഇതിലൂടെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ജോക്കിയെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ കണക്ഷൻസ് കൊടുക്കാം. ഇതാണ് കണക്റ്റിംഗ് വയർ. കണക്റ്റിംഗ് വയർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ടിപ്പും വളരെ ക്ലീനായി അതിൽ നിന്ന് അതിന്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് എടുക്കുക. ആവശ്യമുള്ള ലെങ്തിലേക്ക് അവനെ വലിച്ചു നീട്ടുക. കണക്ഷൻ കൊടുക്കുന്ന വിധം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഈ കോപ്പർ കണക്റ്റിംഗ് വയറിൽ ഒരു ചെറിയ ഹുക്ക് പോലെ ഉണ്ടാക്കുക. അതിനുശേഷം ആ ഹുക്ക് എങ്ങോട്ടാണോ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നത്, ഈ സ്ക്രൂ ടൈറ്റ് ആക്കുന്നത്, ടൈറ്റ് ആകുമ്പോൾ ഈ ഹുക്ക് ടൈറ്റ് ആവുന്നത് പോലെ അതിനിടയിലേക്ക് അവനെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ആ കീ ടൈറ്റ് ചെയ്യുക. അല്ലാതെ അത് ആ നോബിൽ ചുറ്റിക്കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചാൽ ആ നോബ് കേടായി പോവും. ഇവിടെയും ഇങ്ങോട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഒരു ഹുക്ക് ഉണ്ടാക്കി ഇതിനിടയിൽ വെച്ചു ടൈറ്റ് ചെയ്തു. ഇതുപോലെ എല്ലാ കണക്ഷൻസും കൊടുക്കുക. ആദ്യം സോഴ്സ് സർക്യൂട്ടിൽ വരുന്ന കണക്ഷൻസ്, സോഴ്സിൽ നിന്ന് കീയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രോമോട്ടീവ് സെല്ല് സോഴ്സ്, ഇലക്ട്രോമോട്ടീവ് സോഴ്സ് വരുന്ന സർക്യൂട്ടിലെല്ലാം തീർച്ചയായിട്ടും സർക്യൂട്ട് ബ്രേക്കിംഗ് കീ ഉണ്ടായിരിക്കണം. അവിടുന്ന് റിയോസ്റ്റാറ്റിലേക്ക്. ഇവിടെ നമുക്ക് ഈ സോഴ്സിന്റെ പൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു എക്സ്പെരിമെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റ് റിസൾട്ട് ഈ സെല്ല് കണക്ട് ചെയ്യുന്ന പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. എങ്കിലും ഒരു സെല്ല് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റികൾ മനസ്സിലാക്കി വെക്കണം. സാധാരണ ഇലക്ട്രോമോട്ടീവ് സെല്ലുകളിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഗ്രേ ഓർ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെ കളറുള്ള നോബ്, നെഗറ്റീവ് ടെർമിനലായിരിക്കും. റിയോസ്റ്റാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിയോസ്റ്റാറ്റിന് 3 ഔട്ട്ലെറ്റുകളുണ്ട്, അല്ലെങ്കിൽ 3 നോബുകളുണ്ട്. ഒരു നോബ് ടോപ്പ് എൻഡിൽ കണക്ട് ചെയ്യുന്നു. ദെൻ സർക്യൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ടിനെ താഴെ കണക്ട് ചെയ്യുന്നു. ആൻഡ് അവിടുന്ന് വരുന്ന കണക്ഷൻ ഈ റൈറ്റ് സൈഡിലെ നോബിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോഴ്സ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. സോഴ്സ്, കീ, റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റിനെ ഇതിന്റെ മിഡിലിൽ കീപ്പ് ചെയ്യുക. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ബോക്സ് ആണ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് നമ്മൾ റൈറ്റ് ഗ്യാപ്പിലാണ് കണക്ട് ചെയ്യുന്നത്. സോ റൈറ്റ് ഗ്യാപ്പിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഇനി അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലെഫ്റ്റ് ഗ്യാപ്പിലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റെസിസ്റ്റൻസിന്റെ വളരെ ചെറിയൊരു ഹുക്കിന്റെ പോർഷൻ മാത്രമേ ആ നോബിനുള്ളിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം ആ എൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മെഷർ ചെയ്യപ്പെടില്ല. അങ്ങനെ റീഡിങ്ങിൽ എററുകൾ ഉണ്ടാവാം. കുറെ ലെങ്ത് വെളിയിലേക്ക് നിൽക്കുന്നത് പോലെ കണക്ട് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ് വയറിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗാൽവനോമീറ്റർ ബ്രാഞ്ച് ആണ്. ഇതിന്റെ മിഡിൽ, മീറ്റർ ബ്രിഡ്ജിന്റെ ഏറ്റവും മിഡിലെ കീയിൽ ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് ടെർമിനൽ. സോ ഈ ഇൻസ്ട്രുമെന്റിന്റെ എന്റെ ഇടത് ഭാഗത്ത് കാണുന്ന എൻഡുകൾ പോസിറ്റീവ് ആണ്. ഗാൽവനോമീറ്റർ പൊളാരിറ്റി ഇല്ലാത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഗാൽവനോമീറ്റർ 2 സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു അമീറ്ററോ വോൾട്ട് മീറ്ററോ ആയിരുന്നെങ്കിൽ പൊളാരിറ്റി നോക്കി കണക്ട് ചെയ്യണമായിരുന്നു. ഇവിടെ പക്ഷെ അതില്ലാത്തതുകൊണ്ട് നേരെ ആദ്യത്തെ ടെർമിനലിനെ ഒരു നോബിലേക്ക്, ഗാൽവനോമീറ്റർ 1 എൻഡിലേക്ക് കണക്ട് ചെയ്യുന്നു.
ഗാൽവാനോമീറ്ററിന്റെ സെക്കൻഡ് നോബിൽ നിന്ന് ഒരു സർക്യൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ദെൻ എ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ട ആവശ്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ ഈ നോബിനുള്ളിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നേരെ അതിലേക്ക് ഒരു വയർ വെച്ചാൽ മതിയാവും. അവിടുന്നാണ് നമ്മൾ ജോക്കിയെ കണക്ട് ചെയ്യുന്നത്. ഈ എൻഡിൽ ജോക്കി കണക്ട് ചെയ്തു. സോ നമ്മുടെ കണക്ഷൻ പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ഒരു തവണ കൂടെ നിങ്ങൾ ഈ കണക്ഷൻസ് എല്ലാം ടൈറ്റ് അല്ലേ, ഏതെങ്കിലും നോബ് ലൂസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. അതിനുശേഷം ഗാൽവാനോമീറ്ററിനെ കാണാവുന്ന പോലെ വെക്കുക. എക്സ്പെരിമെന്റ് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സോഴ്സ് സർക്യൂട്ടിലെ കീ ഇൻസേർട്ട് ചെയ്യുക. ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഒരു അപ്രോപ്രിയേറ്റ് റെസിസ്റ്റൻസ്, ഇവിടെ ഇപ്പോൾ 2 ohm അപ്രോപ്രിയേറ്റ് റെസിസ്റ്റൻസിനെ എടുത്തു മാറ്റുക. ഈ റിയോസ്റ്റാറ്റിന്റെ സ്ലൈഡിംഗ് ടെർമിനൽ അതിന്റെ മിഡ് പോർഷനിൽ കീപ്പ് ചെയ്യുക. ജോക്കി എടുത്ത് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് വയറിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഗാൽവാനോമീറ്റർ ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ കാണിക്കും. അതിനുശേഷം നിങ്ങൾ എക്സ്ട്രീം റൈറ്റിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഗാൽവാനോമീറ്റർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കും. ശ്രദ്ധിച്ചു നോക്കുക. ഞാനിപ്പോൾ മീറ്റർ ബ്രിഡ്ജിന്റെ എക്സ്ട്രീം ലെഫ്റ്റിൽ ജോക്കിയെ പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം ഗാൽവാനോമീറ്റർ ഈസ് ഷോയിങ് എ ഫുൾ ഡിഫ്ലക്ഷൻ. ഇതുപോലെ നമ്മൾ ജോക്കിയെ റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്താൽ അപ്പോഴും ഗാൽവാനോമീറ്റർ ഒരു ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇതാണ് സർക്യൂട്ട് കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം. എയിലും ബിയിലും വെക്കുമ്പോൾ ഫുൾ ഡിഫ്ലക്ഷൻ. വളരെ ഫീബിൾ ആണെങ്കിൽ, വളരെ ചെറിയ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നല്ല ഡിഫ്ലക്ഷൻ വരുന്നത് പോലെ റിയോസ്റ്റാറ്റിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയ്ക്കുക. ഇൻക്ലൂഡിങ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ഇതിനെ ആ എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുക. റെസിസ്റ്റൻസ് കുറയുന്നത് പോലെ ഇവനെ ഷിഫ്റ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട വിധം. ഇനിയും നിങ്ങൾക്ക് ഏകദേശം ഈ റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് നേരിട്ട് തന്നെ കണ്ടുപിടിക്കാം. അതായത് ജോക്കിയെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് സ്ലൈഡ് ചെയ്യിക്കുക. ഗാൽവാനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആവും. ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആവുന്നത് ഈ 50 സെന്റിമീറ്റർ മിഡ് പോയിന്റിലാണെങ്കിൽ അപ്പോൾ റെസിസ്റ്റൻസ് ബോക്സിൽ എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് തന്നെ, അതിന് ഏകദേശം അടുത്ത വാല്യൂ തന്നെയായിരിക്കും ഈ അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇനിയിപ്പം അത് ജസ്റ്റ് ഒരു ചെക്ക് മാത്രമാണ്. ഏകദേശം ഏത് റേഞ്ചിൽ റെസിസ്റ്റൻസ് വരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്. നമ്മളിവിടെ ഇപ്പോൾ എക്സാക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഗാൽവാനോമീറ്ററിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ജോക്കിയെ എക്സ്ട്രീം ലെഫ്റ്റിൽ പ്രസ് ചെയ്യുന്നു. ഗാൽവാനോമീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ജോക്കി സ്ലൈഡ് ചെയ്യുന്നു റൈറ്റിലേക്ക്. ജോക്കി സ്ലൈഡ് ചെയ്യുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരുന്നു. സോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നോക്കൂ, ഗാൽവാനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആയി. ആ ലെങ്ത് എത്രയാണ് എന്ന് നോട്ട് ചെയ്യണം. അത് ഇവിടെ മീറ്റർ ബ്രിഡ്ജിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മീറ്റർ സ്കെയിലിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 64 സെന്റിമീറ്റർ ആണ്.
ആ റീഡിങ് നോട്ട് ചെയ്യണം, 64 സെൻറ്റിമീറ്റർ. ആ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റെസിസ്റ്റൻസ് ബോക്സിൽ എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഇപ്പോൾ 2 ഓം ആണ്. 2 ഓമിനുള്ള ബാലൻസിങ് ലെങ്ത് ആണ് നമുക്കിപ്പോൾ 64 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ റീഡിങ് നമ്മൾ ടാബുലർ കോളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. മീറ്റർ ബ്രിഡ്ജിൻ്റെ ടാബുലർ കോളം എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഡേറ്റ ടാബുലർ കോളത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇക്വേഷൻ എക്സ് അൺനോൺ റെസിസ്റ്റൻസ് RL/100 - L ആണ്. ഇവിടെ നമ്മൾ ആറിൻ്റെ വാല്യൂ, റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ വേരി ചെയ്തിട്ടാണ് എൽ ഡിഫറൻസ് ബാലൻസിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് പൊതുവെ 4 or 5 പ്രാവശ്യം റെസിസ്റ്റൻസ് മാറ്റി ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അതിന്റെ സീരിയൽ നമ്പറുകൾ ഇടുന്നു. 5 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്, റൈറ്റ് ഗ്യാപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത റെസിസ്റ്റൻസ് ആണ് ആദ്യത്തെ കോളത്തിൽ, അത് ഓമിലാണ്. നമുക്ക് ഇവിടെ ആദ്യത്തെ ട്രയലിൽ 2 ഓം റെസിസ്റ്റൻസ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത് 64 സെന്റിമീറ്റർ ആയിരുന്നു. ഇനിയും ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറ്റുക, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ബാലൻസിൽ നിന്ന് മാറി കിട്ടും. കാൽക്കുലേഷൻ പാർട്ട് നമുക്ക് ലാസ്റ്റ് അവസാനം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഇക്വേഷനിൽ നിന്ന് ടാബുലർ കോളം ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കണം. ഏതാണ് വേരിയബിൾ, അത് എങ്ങനെ പ്ലോട്ട് എടുക്കാൻ പറ്റും, എങ്ങനെ റീഡിങ് എടുക്കാൻ പറ്റും എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത റീഡിങ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ 5 വാല്യൂസ്, മൊത്തം 5 വാല്യൂസ് മാറ്റി റീഡിങ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. അടുത്ത സെറ്റ് റീഡിങ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ 2 ഓം ആണ് റൈറ്റ് ഗ്യാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തത്. 1 ഓം റെസിസ്റ്റൻസിനോട് എടുത്ത് മാറ്റി. അപ്പോൾ ഇവിടെ 3 ഓം ഇൻക്ലൂഡഡ് ആയി. സോഴ്സ് സർക്യൂട്ടിലെ കീ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ സ്ലൈഡ് ചെയ്യാൻ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മുതൽ നിങ്ങൾ സ്ലൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാലൻസിൽ എന്ത് വ്യത്യാസം വരുന്നു നോക്കുക. ഗാൽവനോമീറ്ററിലെ റീഡിങ് 0 ആവുമ്പോൾ, ഗാൽവനോമീറ്റർ റീഡിങ് 0യിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 52.5 സെന്റിമീറ്റർ ആണ്. സോ ആ റീഡിങ്ങിന് നമുക്ക് എൻ്റർ ചെയ്യണം. സോഴ്സിനെ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക. ടാബുലർ കോളത്തിൽ നമുക്ക് ആ റീഡിങ് എൻ്റർ ചെയ്യാം. റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ് 3 ഓം, 52.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെ ബാലൻസിൽ എന്തായിട്ട് കിട്ടിയത്. ഇതുപോലെ റൈറ്റ് സൈഡിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ, റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്ത് 5 റീഡിംഗ് എങ്കിലും മിനിമം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നിങ്ങൾ റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 2, 3, 4, 5, 6 എന്നിങ്ങനെയാണ് റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ഓമിന് നമുക്ക് കിട്ടിയ ബാലൻസ് ലെങ്ത് 64 സെന്റിമീറ്റർ ആണ്. 3 ഓമിന് 52.5 സെന്റിമീറ്റർ, 4 ഓമിന് 44.7 സെന്റിമീറ്റർ, 5 ഓമിന് 40.2 സെന്റിമീറ്റർ, 6 ഓമിന് 36.4 സെന്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടി. ഇതുപോലെ ഇൻഡിജർ വാല്യൂസ് ആവണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫ്രാക്ഷണൽസ് റെസിസ്റ്റൻസ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മിനിമം 5 റീഡിംഗ് എങ്കിലും എടുക്കുക. റെസിസ്റ്റൻസ് ബാലൻസ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ടാബുലർ കോളം ആ ഇക്വേഷൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ടാബുലർ കോളത്തിലെ റീഡിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ പല രീതിയിലുള്ള എറർ വഴിയാവാം. വിതിൻ ദ എക്സ്പെരിമെന്റൽ ലിമിറ്റ്സ് ആണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത്. നമ്മളിനി ഇതിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് മീൻ 3.5556 പ്ലസ് 3.3158 പ്ലസ് 3.2333 പ്ലസ് 3.3612 പ്ലസ്
3.4340 the whole divided by 5. ഇതിന്റെ മീൻ വാല്യൂ നിങ്ങൾക്ക് 3.38 ഓം എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിച്ച അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയിട്ട്, ആവറേജ് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വയറിന്റെ, അൺനോൺ റെസിസ്റ്റൻസ് വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിനെ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിന്ന് വയറിനെ അൺപ്ലഗ് ചെയ്യുക. അതുപോലെ ഇതിന്റെ റേഡിയസ്, അതിന്റെ മീൻ റേഡിയസ് കണ്ടുപിടിക്കണം. സോ വയറിനെ നിങ്ങൾ ടൈറ്റ് ആയിട്ട് എടുത്തിട്ട് മീറ്റർ സ്കെയിൽ എടുക്കുക. ഇതിന്റെ ഒരെൻഡ് മീറ്റർ സ്കെയിലിന്റെ 0 എൻഡിൽ ടച്ച് ചെയ്യുന്ന പോലെ ടൈറ്റ് ആയിട്ട് പിടിക്കുക. മീറ്റർ സ്കെയിലിലൂടെ ഇതിനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നോക്കുക. ഇവിടെ നമുക്ക് 68.5 സെന്റിമീറ്റർ 68.5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ലാബ് റെക്കോർഡിൽ എൻട്രി ചെയ്യണം. L dash is 68.5 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അൺനോൺ റെസിസ്റ്റൻസ് വയറിന്റെ റേഡിയസ് ആണ്. അത് കണ്ടുപിടിക്കുന്ന സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടാണ്. സ്ക്രൂ ഗേജ് നമ്മൾ വളരെ വിശദമായി നേരത്തെ എങ്ങനെയാണ് റീഡിംഗ് എടുക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അതിന്റെ 0 കോയിൻസിഡൻസ് കണ്ടുപിടിക്കുക. ഇവിടെ 0 കോയിൻസിഡൻസ് 96 ആണ്. Therefore 0 error is -4, 0 correction is +4. ലീസ്റ്റ് കൗണ്ട്, ഇവിടുത്തെ ഹെഡ് സ്കെയിലിലെ നമ്പർ ഓഫ് ഡിവിഷന്റെ എണ്ണം 100 ആണ്. പിച്ച് സ്കെയിലിലെ ഒരു 2 ഡിവിഷനുകൾക്കിടയ്ക്കുള്ള ലെങ്ത് 1 മില്ലിമീറ്റർ ആണ്. സോ 0.01 pitch divided by number of divisions on the head scale. Least count is 0.01 millimeter. ഇനി നമ്മൾ ഈ വയറിന്റെ റേഡിയസ് മെഷർ ചെയ്യാൻ പോവാണ്. ആ വയറിനെ നിങ്ങൾ ഫേം ആയിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച് റൈറ്റ് ഹാൻഡിൽ കൊണ്ട് ഈ സ്ക്രൂ ഗേജിനെ സ്ക്രൂ ചെയ്യുക. അതിന്റെ പിച്ച് സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിലെ ഏത് ഡിവിഷനുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. 46 ആണ് ഇവിടുത്തെ വാല്യൂ. 46 ഡിവിഷൻസ്. അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ട്രയൽ നമ്പർ 1. അതിന് മുൻപായിട്ട് PSRന്റെ കാര്യം പറയാൻ വിട്ടുപോയി. PSR 0 ആണ്. പിച്ച് സ്കെയിലിലെ റീഡിങ്ങുകൾ ഒന്നും തന്നെ ഇല്ല. PSR റീഡിംഗ് 0. HSR 40, ഹെഡ് സ്കെയിൽ റീഡിംഗ് 46. ആ റീഡിംഗ് എൻ്റർ ചെയ്യുന്നു. 0, 46. കറക്റ്റഡ് HSR 4 ഡിവിഷൻസ് കൂട്ടണം. സോ 46 + 4. കറക്റ്റഡ് HSR is equal to 50. Then അതിന്റെ ടോട്ടൽ റീഡിംഗ് 0.50 മില്ലിമീറ്റർ. ഇതാണ് ആദ്യത്തെ ട്രയൽ. ഇത് കണ്ടിന്യൂ ചെയ്യുക. 5 റീഡിങ്ങുകൾ എടുക്കുക. ഈ റെസിസ്റ്റൻസ് വയറിന്റെ 5 ഡിഫറെന്റ് പോയിന്റുകളിൽ സ്ക്രൂ ഗേജ് വെച്ച് നിങ്ങൾ റീഡിംഗ് എടുക്കുക. ആ റീഡിങ്ങുകൾ സാധാരണ യൂണിഫോം വയർ ആയിരിക്കും. റീഡിങ്ങിന് കാര്യമായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. ആദ്യത്തെ റീഡിംഗ് ആണ് ഏറ്റവും കെയർഫുൾ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് 46, 45, 46, 44, 46 എന്നിങ്ങനെയാണ്. എല്ലായിടത്തും പിച്ച് സ്കെയിൽ റീഡിംഗ് 0 ആണ്. കറക്റ്റഡ് HSR. ടോട്ടൽ റീഡിംഗ് 0.50 മില്ലിമീറ്റർ, 0.40 മില്ലിമീറ്റർ, 0.50 മില്ലിമീറ്റർ, 0.48 മില്ലിമീറ്റർ, 0.50 മില്ലിമീറ്റർ. അതിന്റെ മീൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ ആണ്. D mean, that is 0.50 plus 0.49 plus
0.50 plus 0.48 plus 0.50 divided by 5. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഇറ്റ് വിൽ ബി 0.494 millimeter. ഇതാണ് ഡയമീറ്റർ, ദാറ്റ് ഈസ് 2 times the radius. ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് മെഷർ ചെയ്യാം. ഡയമീറ്ററിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് ദ വയർ, മീൻ റേഡിയസ് ഓഫ് ദ വയർ d/2, that is 0.247 millimeter. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലെ എല്ലാ വാല്യൂസുമായി റെസിസ്റ്റൻസ് X 3.38 ohm, R 0.247 millimeter, L dash 68.5 centimeter. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. Rho X is equal to 3.38 ohm into 3.14 പൈയുടെ വാല്യൂ into 0.247 millimeter square divided by length of the wire 68.5 centimeter, that is 3.38 into 3.14 into 0.247 into 10 raised to minus 3 the whole square divided by 68.5 into 10 raised to minus 2. This is equal to ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 94.5257 into 10 raised to minus 8 ohm meter. So this is the resistivity of the given material. So നമുക്ക് അവസാനം ഈ റിസൾട്ടുകളിലേക്ക് നോക്കിയേക്കാം. നമുക്ക് രണ്ട് റിസൾട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ വയർ റിസൾട്ട്, resistance of the given wire, resistance of the given resistance wire, that is 3.38 ohm. Resistivity of the material of the given wire, resistivity of the material of the given wire, that is equal to 94.5 into 10 raised to minus 8 ohm meter, corrected up to 1 decimal numbers. So this is the result.